സ്ലാമ അമുഖോൻ ശുഭുഹ ലാഗ് മാറൻ ഈശോ ശീഹ. നമ്മുടെ നസ്രായ വിശ്വാസത്തിൻ്റെ ആരംഭവും കേന്ദ്രവും ശുഭാന്ത്യവുമായ ഈശോ ശീഹായുടെ ഉയർപ്പിനെ പ്രത്യേകമായി ധ്യാനിക്കുന്ന കെംത അഥവാ ഉയർപ്പിലെ രണ്ടാം ഹദബ് ശംബായിലെ, അതായത് ആദ്യ ദിനത്തിലെ വചന സന്ദേശത്തിലെ ചില ഭാഗങ്ങൾ. വലിയ ശബ്സായിൽ, മറ്റുവാക്കിൽ വിശ്രമ ദിനത്തിൽ, മാമൂദീസ മുങ്ങിയവർക്ക് ഇന്ന് പുതു ഹദബ് ശംബായാണ്, അതായത് പുതു ആദ്യ ദിനം. ഈശോ ശീഹായുടെ ഉയർപ്പിലൂടെ പൂർത്തിയായ നിത്യമായ ഉടമ്പടിയിൽ നമുക്ക് സന്തോഷിക്കാം. ഈശോ തൻ്റെ ഉത്ഥാനത്തിലൂടെ എന്നേക്കും നമ്മുടെ കൂടെയായി. പരിശുദ്ധ കുർബാന ഈ യാഥാർത്ഥ്യത്തിൻ്റെ ആഘോഷമാണ്. ശ്ലീഹന്മാരും ആദിമ പള്ളി മുഴുവനും ഉയർപ്പിൻ്റെ സാക്ഷികളാണ്. കുർബാനാത്മക പങ്കുവെക്കൽ ഉണ്ടാകാനായി ഒരേ കുർബാനയിൽ നമുക്ക് പങ്കുകൊള്ളാം. ഉദ്ധിതനീശോ നമ്മുടെ ശിരസ്സാകയാൽ നമുക്ക് നിത്യമായ പ്രത്യാശയുണ്ട്. ഉദ്ധിതനീശോയുടെ നവനാമം കൂടിയാണ് സ്ലാമ, അതായത് സമാധാനം. ഉദ്ധിതനീശോ കൈമാറിയ ഇതേ ആശംസയാണ് കഹന അഥവാ പുരോഹിതൻ കുർബാനയിൽ കൈമാറുന്നത്. ശ്ലീഹന്മാരെല്ലാം ഉദ്ധിതനീശോയെ കേട്ടും കണ്ടും സ്പർശിച്ചറിഞ്ഞുമാണ് ഉത്ഥാനത്തിൽ വിശ്വസിച്ചത്. ഇത് ഉദ്ധിതനീശോ കൈമാറിയ അനുഗ്രഹവും കാരുണ്യവും അവകാശവുമാണ്. ഉദ്ധിതനീശോ ശീഹായെ സർവസ്വവുമായി പ്രഖ്യാപിക്കുന്ന തോമാശ്ലീഹായുടെ ഉദ്ഘോഷണമാണ് മാർ വാലാഹ്. അർത്ഥം എൻ്റെ മറിയായും അഥവാ കർത്താവും എൻ്റെ ആലാഹായും. വിശ്വാസത്തിൽ തമ്മിൽ ഭേദം തോമാ തന്നെയാണ്. തോമാശ്ലീഹായിലൂടെ നാമും അനുഗ്രഹീതരായി. ഉദ്ധിതനീശോയെ കേട്ടും കണ്ടും സ്പർശിച്ചറിയാനുമായി റാസേ കന്ദീസേ അഥവാ പരിശുദ്ധ രഹസ്യങ്ങൾ പരികർമ്മം ചെയ്യപ്പെടുന്നു. മാർ വാലാഹ് ചൊല്ലി ഉദ്ധിതനീശോയിൽ ആശ്രയിച്ച് അനുദിന സഹനം വഹിക്കാം. ഉദ്ധിതനീശോയെ പരമോന്നതനായി ആരാധിക്കുന്ന ആറാമായ മൊഴി, അതായത് മാർ വാലാഹ് മുഴങ്ങിയ ഈ ദിനം ആറാമായ അഥവാ സുറിയായ ദിനമായി നമുക്ക് ആചരിക്കാം. ഉദ്ധിതനീശോ തോമാശ്ലീഹായിലൂടെ കൈമാറിയ ഉത്ഥാന വിശ്വാസത്തിൽ ചരിക്കുന്ന മാർ സ്ലീവാദേറ ബിനായി ബിനസ് കെംദായിലേക്ക് സ്വാഗതം. സ്ലാമ അമുഖോൻ ശുഭുഹ ലാഗ് മാറൻ ഈശോം ശീഹ. മാർ സ്ലീവാദേറ മൊഴി 700.